നിങ്ങൾക്ക് ബോറടിക്കില്ലെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ സ്റ്റിച്ചിങ് ജേണീനെ കുറിച്ചിട്ട് പറയാം കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എവിടെ നിന്നാണ് സ്റ്റിച്ചിങ് പഠിച്ചത്, ഞങ്ങൾക്കും പഠിക്കാൻ താല്പര്യമുണ്ട്, എന്ത് കോഴ്സാണ് എടുക്കേണ്ടത് എന്നൊക്കെ കേട്ടോ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, സ്റ്റിച്ചിങ് പഠിക്കാനായിട്ട് ഞാൻ എവിടേക്കും പോയിട്ടില്ല കേട്ടോ. ഒരു കോഴ്സും ഞാൻ എടുത്തിട്ടില്ല. നേരാ തിരുമിനി, ഈ പച്ചൻ പള്ളിക്കുടുത്ത് പോയിട്ടില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, പിന്നെ എങ്ങനെയാണ് ഈ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യണമെന്ന് കേട്ടോ. ഞാൻ ആദ്യമേ ചെറുതിലേ ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നു കേട്ടോ. ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫ്ലവർ മേക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ രീതിക്ക് എംബ്രോയ്ഡറി, അങ്ങനെ ആ വക പരിപാടികളൊക്കെ കയ്യിലുണ്ടായിരുന്നേ. പിന്നെ അമ്മാതിരി വട്ട് വീട്ടിലെല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഉപ്പക്കുണ്ട്, ഉമ്മക്കുണ്ട്, എൻ്റെ സിസ്റ്റേഴ്സിനുണ്ട്. അപ്പോൾ എല്ലാവരും കലാകാരാണ് കേട്ടോ. ഞങ്ങൾ ചെറിയൊരു കലാകുടുംബമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഞാനൊന്നും ഒരു മെറ്റീരിയൽ അളവെടുത്ത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നൊന്നും. അത് എനിക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കാത്ത ഒരാളായിരുന്നേ. ഞാനാണിപ്പം ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത് കേട്ടോ. ഞാൻ സ്റ്റിച്ചിങ് തുടങ്ങിയത് എൻ്റെ മോളുണ്ടായതിന് ശേഷമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 10 വർഷമൊക്കെ ആയി ഏകദേശം ഞാൻ സ്റ്റിച്ചിങ്ങൊക്കെ തുടങ്ങിയിട്ട്. പക്ഷെ പുറത്തൊക്കെ കൊടുക്കൽ തുടങ്ങിയിട്ട് അതിനത്ര ആയിട്ടില്ല കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടും പിന്നെ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യലുണ്ടായിരുന്നു. പുറത്തൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ, 1 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിക്കണവരോട്, ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ സ്റ്റിച്ചിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. ഞാൻ ഒരു 3 വർഷം ദുബായിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് നാട്ടിലത്തെ പോലെ അല്ലല്ലോ, അവിടെ ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാവും, മൊത്തം ഫ്രീ ടൈം തന്നെ ആയിരിക്കും. കാരണം നമുക്കിങ്ങനെ റൂമിലിരിക്കണ പരിപാടിയല്ലേ ഉള്ളൂ, വേറെ പണിയൊന്നും പ്രത്യേകിച്ചിട്ടുണ്ടാവില്ലല്ലോ. കുട്ടികളുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട് അത് മാത്രമായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ബോറിങ്ങാണ് കേട്ടോ. അങ്ങനെ വെറുതെ ഇരിക്കണത് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ക്രാഫ്റ്റ് വർക്കൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും റൂം ഡെക്കോറിങ് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ എൻ്റെ മനസ്സിൽ കയറി കൂടിയ ഒരു വട്ടാണ് യൂട്യൂബിൽ സ്റ്റിച്ചിങ് വീഡിയോസ് കാണുക എന്നുള്ളത് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഹരമായി. എനിക്കൊരു മോളുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞുടുപ്പുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ കൂടുതലും കണ്ടത്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കിങ്ങനെ ചെയ്യാനുള്ള ആ ഒരു ത്വര അത് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടോ. കാര്യമായിട്ട് ഓൾക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, മോൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് ചെയ്യണം എന്ന് തന്നെ ഭയങ്കര ആഗ്രഹം. പിന്നെ എനിക്കിങ്ങനെ തോന്നാനും തുടങ്ങി, ഒരു മെഷീൻ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പറ്റണ പണി തന്നെയാണെന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായി. ഞാൻ അതിൻ്റെ മുമ്പ് സ്റ്റിച്ച് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല അങ്ങനെ ഒരു മനസ്സ് എനിക്ക് വന്നു. ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുകയും ചെയ്ത്, എനിക്കൊരു മെഷീൻ കിട്ടിയാൽ എനിക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അത് വാങ്ങി തരും എന്നുള്ള പ്രതീക്ഷയിലൊന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ അതിൻ്റെ മുമ്പ് ഒരു സൂചി നൂല് എടുക്കണതൊന്നും പോലും മൂപ്പര് കണ്ടില്ല. പിന്നെ എങ്ങനെ എനിക്ക് വാങ്ങി തരിക? ക്രാഫ്റ്റ് ചെയ്യുന്നതും ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമാണുള്ളതൊക്കെ അറിയുള്ളൂ, സ്റ്റിച്ചിങ് ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് ഒരിക്കലും വാങ്ങി തരൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്ത് കണ്ടിട്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ, എനിക്ക് മെഷീൻ വാങ്ങി തന്നെ. അങ്ങനെ അവിടെ നിന്നാണ് എൻ്റെ സ്റ്റിച്ചിങ് ജേണി സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ മെഷീൻ കിട്ടി. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ മോൾക്ക് ഒരു ബാബാ സൂട്ട് പോലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ അടിക്കണത്. അതിൻ്റെ ഒന്നും ഒരു ഐഡിയ എനിക്കറിയില്ല. ഞാൻ എൻ്റെ മനസ്സ് തോന്നിയതും പിന്നെ യൂട്യൂബിൽ നിന്ന് കണ്ടതും അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് ഞാനൊരു സാധനം അങ്ങോട്ട് അടിച്ചു കിട്ടോ. അതിൽ എംബ്രോയ്ഡറി വർക്ക് വരെ ഞാൻ മെഷീൻ വന്ന് ചെയ്തതാണ്. അത് പാച്ച് വർക്കായിട്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഡ്രസ്സ്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ കണ്ടില്ലേ ഞാനൊരു തൊപ്പി ചെയ്തത്, അത് പാച്ച് വർക്കാക്കി ചെയ്തതാണ്. അതൊക്കെ ഞാൻ എൻ്റെ ഐഡിയയിൽ ചെയ്തതാണ്, ഞാൻ എവിടെയും കണ്ടിട്ടോ അല്ലെങ്കിൽ എനിക്ക് അറിയണോണ്ടോ ഒന്നും ചെയ്തതല്ലേ. ആ ഡ്രസ്സ് ഞാൻ എപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ ഇടയ്ക്ക് ഇതിട്ടത് എൻ്റെ മോളല്ല, എൻ്റെ സിസ്റ്ററിനോൻ്റെ മോളാണ്. ഈ ഇടയ്ക്ക് ഞാൻ ഓൾക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തതാണ്. ഞാനതിപ്പോൾ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചത്, എൻ്റെ ഫസ്റ്റ് വർക്ക് ആയതുകൊണ്ട്. അന്ന് ഞാൻ ഒന്നും അറിയാതെ ചെയ്തതാണെങ്കിലും ഇന്ന് എനിക്ക് ആ ഡ്രസ്സ് നോക്കുമ്പം അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അത് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് കോൺഫിഡൻസായി, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി എൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ. പിന്നെ എല്ലാത്തിനും ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടുമാണ് കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടി ഫസ്റ്റ് തന്നെ ചെയ്യണത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഗൗണാണ്. ഇത് ഞാൻ വെറുതെ തള്ളി മറിക്കണതല്ല കേട്ടോ. ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം, ഞാൻ എന്ത് ധൈര്യത്തിൻ്റെ പുറത്തായി ചെയ്തത് എന്നുള്ളത്. സാധാരണ നമ്മളൊക്കെ ചെയ്ത് പഠിക്കല് ഒരു പഴയ ഫാബ്രിക്കിലൊക്കെ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അല്ലേ. ഇത് ഞാൻ ആ കൊല്ലത്ത് ഈദിന് വേണ്ടിയിട്ട് എടുത്തൊരു ഗൗണായിരുന്നേ. അത് സെമി സ്റ്റിച്ചഡ് ആയിരുന്നു. സെമി സ്റ്റിച്ചഡ് എന്ന് പറയുമ്പോൾ അതിലൊരു നെക്കിൻ്റെ പോർഷൻ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നെക്കിൻ്റെ പോർഷൻ ഇങ്ങനെ വർക്കോടെ കൂടിയിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് മാത്രം. പിന്നെ യോക്കിൻ്റെ താഴേക്ക് ഇങ്ങനെ പ്ലീറ്റും അറ്റാച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല കേട്ടോ. എന്നിട്ട് അത് ചെയ്യാൻ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ അത് പുറത്ത് കൊടുക്കണോ അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ചെയ്തോ എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ് ഞാനത് ചെയ്തത്. കാരണം അവിടെ നിന്ന് വേണ്ട എന്ന് പറയുക അല്ലെങ്കിൽ ഇന്നെന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ
ചിലപ്പോൾ ഞാൻ ചെയ്ത് നോക്കൂലായിരുന്നു. ആ ഒരു ഒറ്റ വാക്കിൻ്റെ പുറത്താണ് ഞാൻ അത് ചെയ്തതും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടു. ഞാൻ നാട്ടിൽ വന്നിട്ട് എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ ഞാനത് ഇട്ട് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ഒറ്റ കുട്ടി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് എക്സ്പെരിമെൻ്റ് ഹാളിലെ വെള്ളലിയായി നിന്നുണ്ടായിരുന്നത് എൻ്റെ അനിയത്തിയാണ്. പല പല ഫാബ്രിക്കിൽ പല പല മോഡലിൽ എനിക്കറിയാത്തതും പരീക്ഷണങ്ങളൊക്കെ നടത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ എനിക്കൊരാളായി നിന്നത് ഓളായിരുന്നു കേട്ടോ. അതൊക്കെയാണല്ലോ നമ്മളെ അനിയത്തിമാരോടുള്ളൊരു ഗുണം. പിന്നെ ഓള് കല്യാണമൊക്കെ കഴിഞ്ഞ് ഓൾക്കൊരു പെൺകുട്ടി ഉണ്ടായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് പരീക്ഷണത്തിന് ഒരാളും കൂടി കിട്ടിയല്ലോ. ഇപ്പോഴും സ്റ്റിൽ ഓളിൻ്റെ നല്ലൊരു കസ്റ്റമറാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അതിനൊക്കെ ഓള് റെഡിയുമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ളവർ അങ്ങനെ എവിടെയെങ്കിലും പോയി പഠിക്കണം എന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ടിയിട്ടോ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിടാനാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഉണ്ട് എല്ലാവിധ സംഗതികളും. ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്ങിൽ വരുന്ന അപാകതകളൊക്കെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ക്ലിയർ ചെയ്യാറ്. ചില മോഡൽസൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻസും ഡൗട്ട്സൊക്കെ ഉണ്ടാവും. അതൊക്കെ എപ്പോഴും ഞാൻ യൂട്യൂബ് ചാനൽസൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ക്ലിയർ ചെയ്യാറ്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ചെയ്ത് അത് നല്ല ചെയ്യണ കാര്യം നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ ഇതേപോലെ പരീക്ഷണത്തിന് നിന്നുതരാൻ പറ്റിയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ അത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമുക്ക് പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സൊന്നും എടുത്ത് പഠിക്കണ്ടെന്നൊന്നും ഞാൻ ആരോടും തീർത്ത് പറയണില്ല കേട്ടോ. അത് പഠിക്കണത് എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. സ്റ്റിച്ചിങ്ങിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് ചെറുതായിട്ട് സ്റ്റിച്ചിങ് ഇങ്ങനെ പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരോടാണ്. പിന്നെ അതല്ലാണ്ട് ഭയങ്കര പ്രൊഫഷണലായിട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക തന്നെ വേണം. കാരണം കുറച്ചൊന്നുമല്ല പഠിക്കാനുള്ളത്, അത്യാവശ്യം നന്നായിട്ട് എങ്ങനെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചിട്ട് അറിയാനുണ്ട്. നമുക്കിപ്പോൾ ഒരു ഏത് മോഡൽ കണ്ടാലും ഒരു സംശയം കൂടാണ്ട് അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫാഷൻ ഡിസൈനിങ് എന്തായാലും പഠിക്കുക തന്നെ വേണം. പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ട് വരും കേട്ടോ. നമ്മളിപ്പം ഈ കോസ്റ്റ്യൂം ഡിസൈനറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ മസ്റ്റായിട്ട് സർട്ടിഫിക്കറ്റ് ആവശ്യം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ പഠിച്ച സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായാൽ അത് എന്തുകൊണ്ടും നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ കേട്ടോ. 3 മാസത്തെ കോഴ്സോ 6 മാസത്തേത് പിന്നെ 1 വർഷത്തെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.